ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നാളത്തെ വഴക്കിന് ശേഷം ചന്ദ്രയും ശ്രുതിയൊക്കെ വീണ്ടും ഒന്നിക്കുവാണ്. കാരണം ശ്രുതി ഭാമയുടെ വീട്ടിൽ പോയി കരഞ്ഞ് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാമ പറയും, ചന്ദ്ര വരുമ്പോഴേക്കും ഞാൻ സംസാരിക്കാം, മോള് വിഷമിക്കേണ്ട, മോള് എൻ്റെ മോളെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ചന്ദ്ര വരുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ ശ്രുതിയെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾക്കൊരബദ്ധം പറ്റി, അവൾക്കിതൊന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഒരിക്കലൊരു തോന്നല് അവളെല്ലാം ഉപേക്ഷിച്ച് മലേഷ്യയിലോട്ട് പറക്കും, കോടീശ്വരിയാണ് അവളെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇനി എങ്ങാനും അവൾ പോയി കളഞ്ഞാലോ, തൻ്റെ മകനെ വന്നു ചേരാനുള്ള കൂടികളുടെ സ്വത്തൊക്കെ അതോടെ പോകുമെന്നൊക്കെ ഒരു പേടി ചന്ദ്രയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ചന്ദ്രോദയത്തിലോട്ട് പോയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, മോനെ നീ ശ്രുതിയെ വിളിച്ച് ഇപ്പം തന്നെ വരാൻ പറയണം, എവിടെയാണെന്ന് വെച്ചാലെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയെ വിളിച്ചിട്ട് ഈ വിവരം അറിയിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇതിനോടുള്ള ദേഷ്യമൊക്കെ മാറിയെന്നും എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്കും സന്തോഷമാവുന്നുണ്ട്. ശ്രുതി അങ്ങനെ വീട്ടിൽ വന്ന് ചന്ദ്രയുടെ കാല് പിടിച്ച് ഒരിക്കൽ കൂടി മാപ്പ് പറയുവാണ്. ശ്രുതി മാത്രമല്ല, ശ്രുതിയും കാല് പിടിച്ച് പറയുന്നുണ്ട്, ഇനി ചന്ദ്രയോട് ഒരു കാര്യം മറക്കില്ലെന്നും എല്ലാം അമ്മയോട് ചോദിച്ചതിന് ശേഷമേ തീരുമാനിക്കത്തുള്ളൂ എന്നൊക്കെ ശ്രുതിയൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്കും സന്തോഷമാവാണ്. അപ്പോഴേക്കും അവിടെ എല്ലാവരും കൂടിയിരിക്കുന്ന ടൈമിലായിരിക്കും ഇങ്ങനെ മാപ്പപേക്ഷയൊക്കെ നടക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏതായാലും കുറ്റം ചെയ്തവർക്ക് കൊടുത്ത ശിക്ഷയൊക്കെ കൊള്ളാം, പക്ഷേ ഈ വിധിയിൽ ഞാൻ തൃപ്തനല്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, നീ എന്താടാ സച്ചി പറയുന്നത്? അല്ലച്ചാ, ഈ കുറ്റം ചെയ്തവർ എത്ര കാലം കഴിഞ്ഞാലും ആ പ്രേരണ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അവർക്ക് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ കുറ്റം ചെയ്യാൻ തോന്നാതിരിക്കാനുള്ള ഒരു വിധിയാണ് നമ്മൾ കൽപ്പിക്കേണ്ടത്. ജഡ്ജിയമ്മയുടെ വിധി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനായിട്ടൊരു വിധി കൽപ്പിക്കുവാണെന്ന് പറഞ്ഞിട്ട് സച്ചി തൻ്റെ തീരുമാനം പറയുവാണ്. മലേഷ്യയിലെ കാശിനല്ല ഇവർ ഈ ഷോറൂമൊക്കെ തുടങ്ങിയത്, നമ്മുടെ അച്ഛൻ്റെ കാശിനാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇടയിൽ കയറുന്നുണ്ട്. ഇവൻ എന്ത് വിധിയാ കൽപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇതിപ്പോൾ ഇവരുടെ അച്ഛൻ്റെ കാശിന് തുടങ്ങിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ ഇവൻ അതിൻ്റെ അവകാശം വേണമെന്നായിരിക്കും അല്ലേടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അവകാശമൊന്നും വേണ്ടേ, ആ പൈസ ഇനി എനിക്ക് തിരിച്ച് തരേം വേണ്ട, എൻ്റെ ഭാര്യക്കും അത് തിരിച്ചു വേണം എന്ന് ആഗ്രഹമില്ല. എടാ ശ്രീകാന്ത്, നിനക്ക് ആ പൈസ വേണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തും വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, വർഷയോടും കൂടി ചോദിച്ചിട്ടൊരു തീരുമാനം എടുക്കാൻ പറയുവാണ്. അപ്പോൾ വർഷ പറയും, എനിക്കും ആ കാശ് വേണ്ടെന്ന് പറയുവാണ്. കേട്ടല്ലോ, അച്ഛൻ്റെ 2 മക്കൾക്കും ഇനി ആ റിട്ടയർമെൻറ്റ് കാശിൻ്റെ ഒരു ചില്ലി രൂപ പോലും വേണ്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചിയെ. പക്ഷേ സച്ചി തൻ്റെ അടുത്ത വിധി പറയുവാണ്, എനിക്ക് പൈസയൊന്നും വേണ്ടെന്നും പക്ഷേ ആ ഷോറൂമിൻ്റെ ഓണർഷിപ്പ് മാറ്റണം എന്നുമാണ് സച്ചി പറയുന്നത്. അപ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഓ നിനക്ക് ആ ഷോറൂമിൻ്റെ മുതലാളി ആവണമായിരിക്കും അല്ലേ? നടക്കില്ലടാ, മുതലാളി ആവാനൊക്കെ ഒരു കഴിവ് വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ ഞാൻ അല്ലെങ്കിൽ തന്നെ മുതലാളിയാണ്, 2 കാറിൻ്റെ മുതലാളി, എനിക്ക് നിൻ്റെ ഷോറൂമിൻ്റെ മുതലാളി ആയിട്ട് ഇരിക്കേണ്ട ആവശ്യവും ഇല്ല. പക്ഷേ എന്നെ മുതലാളിയായിട്ട് ഞാൻ വേറൊരാളെ ഇരുത്താൻ പോവുക, അത് അധികാരമുള്ള ഒരാളെ തന്നെയാണ് ഞാൻ ഇരുത്തുന്നത്, നമ്മുടെ അച്ഛനെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ചന്ദ്രക്കും അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഷോക്കാവുകയാണ്. സച്ചി തുടരുന്നുണ്ട്, കാരണം നമ്മുടെ അച്ഛൻ്റെ കാശ് കൊണ്ടാണ് നീ ഷോറൂം തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ അച്ഛനായിരിക്കണം ആ ഷോറൂമിൻ്റെ മുതലാളി. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും കൊണ്ടാണ് നിങ്ങളിപ്പോൾ ആ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്, കൊണ്ട് തന്നെ ഓണറിനെ എൻ്റെ അച്ഛനാക്കണം എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ശ്രുതിയും ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛൻ മുതലാളിയായാൽ പിന്നെ ഞാൻ ആരാടാന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ അവിടുത്തെ മാനേജർ ആയിക്കോ, കണക്കുകളൊക്കെ നോക്കിയിട്ട് അച്ഛനെ ബോധിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിയൊന്നും മിണ്ടുന്നില്ല. രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ എന്തൊക്കെയായി പറയുന്നത്, ഇതൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് വേണോ അച്ഛാ, ഇവൻ ഏത് നേരം അബദ്ധത്തിൽ ചെന്ന് ചാടാനേ നേരമുള്ളൂ, അച്ഛനെ തന്നെ അറിയാലോ എത്ര പൈസയായി ഇവൻ നഷ്ടം വരുത്തിയിരിക്കുന്നത്, ഇനിയും ഇവൻ്റെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും തോറും അതിനനുസരിച്ച് നഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരാളുടെ മേൽനോട്ടം വേണം, ഇവന് മുതലാളിയാണെന്നുള്ളൊരു അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക, അതുകൊണ്ട് അച്ഛൻ വേണം ആ ഷോറൂമിൻ്റെ മുതലാളിയായിട്ടിരിക്കാൻ എന്ന് പറയുമ്പോഴേക്കും രേവതി കൈയൊക്കെ അടിക്കുന്നുണ്ട്. രേവതിക്ക് ആ തീരുമാനം ഭയങ്കര ഇഷ്ടാവുമാണ്. കണ്ടോ, രേവതിക്ക് ഓക്കെയാണ്. ശ്രീകാന്ത് നിനക്ക് വല്ല എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് എന്ത് എതിർപ്പ്, ഈ തീരുമാനമാണ് നല്ല തീരുമാനം, കാരണം കുറച്ചുനാൾ അച്ഛൻ ഇരിക്കട്ടെ മുതലാളിയായിട്ടെന്നൊക്കെ ശ്രീകാന്തും പറയുന്നുണ്ട്. വർഷയും സച്ചിയുടെ തീരുമാനത്തെ ശക്തമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുവാണ്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ തീരുമാനത്തിനാണ് വോട്ട് അധികം, അമ്മ പോലും മിണ്ടുന്നില്ല, അമ്മയും മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ അച്ഛൻ തന്നെ നാളെ തൊട്ട് മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോവാണ്.
ദേഷ്യം വന്ന ചന്ദ്രയാണെങ്കിലോ മുറി പോയിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, കേട്ടില്ലേ അവൻ്റെ തീരുമാനം, സച്ചി പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അവൻ നാളെ തന്നെ നിങ്ങളുടെ അച്ഛനെ അവിടെ കൊണ്ടുവന്ന് മുതലാളിയായിട്ടിരുത്തും. ഇതിനെല്ലാം കാരണം ആ 55 ലക്ഷം രൂപയാണ്. ശ്രുതി, നീ എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനെ വിളിച്ച് ഈ വിവരം പറയണം. എന്നിട്ട് ഈ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ഇതെടുത്ത് അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. നമുക്കും നല്ല അഭിമാനത്തോടെ വീട്ടിൽ നിൽക്കാനും സാധിക്കത്തുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ജയിലിലല്ലേ അമ്മയെന്ന് പറയുമ്പോഴേക്കും, നിന്റെ അച്ഛനല്ലേ ജയിലിലുള്ളൂ, സ്വത്തുക്കളൊക്കെ പുറത്തല്ലേ, ഇളയച്ഛനെ വിളിച്ച് എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ കോൺടാക്ട് ചെയ്ത് ഈ വിവരം പറയാൻ പറ. എന്നിട്ട് 55 ലക്ഷം എത്രയും പെട്ടെന്ന് നീ സംഘടിപ്പിക്കണം. വേറെ ഒന്നും എതിർത്ത് പറയരുത്. ഇതാണ് എൻ്റെ തീരുമാനം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സച്ചിയുടെയും രേവതിയുടെയും വിളയാട്ടം ആയിരിക്കും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രുതിയാണ് ആകെ കുഴപ്പത്തിലായിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശ്രുതിയും പോയിട്ട് ഷോറൂമൊക്കെ തുറക്കുന്നുണ്ട്. സച്ചിയാണെങ്കിലോ വീട്ടിലിരുന്നു കൊണ്ട് മഹേഷിനെ വിളിച്ചിട്ട്, എടാ മഹേഷേ, എത്രയും പെട്ടെന്ന് 2 പൂമാല കൊണ്ടുവരണം, അതുപോലെ തന്നെ ഒരു 20 പേർക്കുള്ള ചായയൊക്കെ ആയിട്ട് നീ എത്രയും പെട്ടെന്ന് ഷോറൂമിൽ വരണം എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, ഷോറൂമിലോ, എന്തിനാടാ പൂമാല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊക്കെ വലിയ കഥയാടാ, എൻ്റെ അച്ഛനാണ് ഇനി മുതൽ അവിടുത്തെ മുതലാളി, നിന്നോട് ഞാൻ കാണുമ്പോൾ നേരിട്ട് പറയാം, അപ്പോൾ അച്ഛനെ അതിലോട്ട് വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂമാല എന്നൊക്കെ പറയുവാണേ. അപ്പോൾ മഹേഷ് പറയും, ഞാൻ ആ ഷോറൂമിലോട്ട് വരണോടാ, അത് ശരിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ ഇന്ന് തൊട്ട് എൻ്റെ ചേട്ടനല്ല അവിടുത്തെ മുതലാളി, എൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ വിളിക്കുവാണ്. അങ്ങനെ ശ്രുതിയും ഷോറൂമിൽ ഇരിക്കുന്ന ടൈമിൽ വർഷയും ശ്രീകാന്തും വരുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ വർഷ ഷോറൂമിലോട്ടൊക്കെ എന്തെങ്കിലും മേടിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഹേ അല്ല, സച്ചേട്ടനാണ് ഞങ്ങളോട് വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതിയും ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ശ്രുതി നോക്കുമ്പോഴേക്കും സച്ചി എല്ലാവരെയും കൂട്ടി ഷോറൂമിലോട്ട് വരുവാണ്. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. രവീന്ദ്രൻ അപ്പോഴും പറയുന്നുണ്ട്, മോനെ സച്ചി, ഇത് വേണോടാ, അവൻ പാവം ഇപ്പം അല്ലെങ്കിൽ തന്നെ വിഷമത്തിലിരിക്കുവാടാ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇതും കൂടി കൊടുക്കണമെന്ന് പറയുമ്പോൾ സച്ചി പറയും, അച്ഛാ ഇത് കൊടുത്താലേ ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ കാശിന് തുടങ്ങിയ ബിസിനസ് എത്രയും പെട്ടെന്ന് പൂട്ടിപ്പോവുക തന്നെ ചെയ്യും, നഷ്ടം നമുക്കായിരിക്കും, അതുകൊണ്ട് അച്ഛൻ തന്നെ മുതലാളിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി നിർബന്ധിച്ച് കൊണ്ടുവരുവാണേ. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ സുധി, നീ ആ ചെയറിൽ നിന്നും എഴുന്നേറ്റ്, ഇനി മുതൽ നമ്മുടെ അച്ഛൻ ഇവിടുത്തെ മുതലാളി, അച്ഛൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും സുധി ഇങ്ങനെ സച്ചിയെ നോക്കി കൊണ്ട് നിൽക്കുവാണേ. നിനക്കെന്താടാ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ, എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് സുധിയെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് സച്ചി കടയിലുള്ള സ്റ്റാഫിനെ എല്ലാം അവിടെ വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ എല്ലാവരും കേട്ടോ, ഇന്ന് മുതൽ ഈ ഷോറൂമിൻ്റെ മുതലാളി എൻ്റെ അച്ഛനാണ്, അതായത് ദേ ഈ നിൽക്കുന്ന മനുഷ്യൻ, ഈ സുധി ഇനി മുതൽ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കും നിങ്ങളെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി മഹേഷിൻ്റെ കയ്യിൽ നിന്ന് ആ പൂമാല മേടിച്ചിട്ട് രവീന്ദ്രൻ്റെ കഴുത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണ്. വേറൊരു പൂമാല മേടിച്ചിട്ട് രേവതി ചന്ദ്രയുടെ കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ട്. ശ്രുതിയും മാത്രം കൈ കൊട്ടാണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി നിർബന്ധിച്ച് കൈ അടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പറയും, ഇവനെ മാനേജറാക്കിയ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത് പോലെയാ. എടാ സുധി, നീ അത് മുതലാക്കണ്ട, 2 ദിവസം കൂടുമ്പോൾ അച്ഛനെ കണക്കുകളൊക്കെ ബോധിപ്പിക്കണം എന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നോക്കിയേ, ഒന്നുമില്ലാതിരുന്ന സച്ചി ഇപ്പോൾ 2 കാറിൻ്റെ മുതലാളിയായി, എന്നാലോ ഈ ഷോറൂമിൻ്റെ മുതലാളിയായിരുന്ന സുധി ഇപ്പോൾ ഇവിടുത്തെ ഒരു ജോലിക്കാരനുമായി എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ചിരിക്കുവാണ്. ശ്രുതിക്കും ഇത് ഭയങ്കര അപമാനമാവുകയാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.